ഈ അപ്പൂപ്പൻ തെറ്റെന്ന് കള്ളം പറഞ്ഞ ഞാൻ ഇന്ന് സ്കൂളിൽ പോയിരുന്നു. അയ്യോ ഇന്നത്തെ കവളത്തൊരു പാട്. അതൊരാദ്യം തല്ലിയതോ? രാജുദ്രയാണ് നിന്നെ തല്ലിയത്. വല്ല കുരുത്തക്കെട്ട് കാണിച്ചു കാണും അല്ലേ? ഞാൻ എന്നിട്ട് രണ്ട് കൊടുക്കട്ടെ ഡാഡി? നീ ഒന്നും ചെയ്യണ്ട. എന്നാ ഞാൻ കല്ലെടുത്തറി. എടാ നീ ഒന്നും ചെയ്യണ്ടെന്ന്. എന്നാ മാറ്റി പറിക്കാം. എടാ നിന്നോട് പറഞ്ഞില്ല നീ ഒന്നും ചെയ്യണ്ട. നീ നേരെ ചെന്ന് ഹെഡ് മാസ്റ്റർ എടുത്ത് വിവരം പറഞ്ഞാൽ മതി. അദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടോളൂ. ഡാഡി ഇപ്പൊ പറഞ്ഞ ഹെഡ് മാസ്റ്റർ എന്നെ തന്നെയാ രാജു. അതൊക്കെ പോട്ടെ. ഹെഡ് മാസ്റ്റർ നിന്നെ തല്ലിയത്? മാഷ് ഒരു ചോദിച്ചു. ആർക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ശരിയുത്തരം പറഞ്ഞു. അതിനാ മാഷിനെ തല്ലിയത്. ശരി ഉത്തരം പറഞ്ഞത് തല്ലേ. ആട്ടെ എന്ത് ചോദ്യമാ ചോദിച്ചത്? സ്കൂൾ ബസിന്റെ ചില്ലറിന് പൊട്ടിച്ച് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ പരീക്ഷ പേപ്പർ കിട്ടിയോ? ഞാനൊരു കാര്യം പറയാം. ഈ പരീക്ഷയിലെങ്ങാ നീ തോറ്റെന്ന് ഞാൻ അറിഞ്ഞ എന്നെ പിന്നെ നീ ഡാഡീന്ന് വിളിക്കണ്ട. പറയടാ ജയിച്ചോടാ നീ. എന്റെ പൊന്നളിയോ എല്ലാത്തിനും പൊട്ടിപ്പോയി. പിന്നെ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ ജയിച്ചു. ഏത് വിഷയത്തില്? അതെങ്ങനെയാണ് നീ കണക്കിന് മാത്രം ജയിച്ചത്? മൂക്കായിട്ട് കോപ്പടിച്ചു. അപ്പൊ ക്ലാസ്സിൽ സാറൊന്നുമില്ലേ? ആദ്യം സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് എനിക്ക് കോപ്പടിക്കാനേ പറ്റിയില്ല. അവസാനം ഒരു തുണ്ട് പേപ്പറിൽ ഒരു കുറിപ്പെഴുതി ഞാൻ സാറിന് കൊടുത്തു. അത് വായിച്ചു നോക്കിയതും സാർ കത്തിരിച്ചെന്നൊരു ഒറ്റയിരിപ്പ്. പിന്നെ അവിടെ നിന്നിട്ടില്ല. ഞാൻ സുഖമായിട്ട് കോപ്പടിച്ചു. നീ സാറിന് എന്തു എഴുതി കൊടുത്തത്? സാറിന്റെ പാന്റിന്റെ മൂട് കീറിയെന്ന്. ഇവനെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. കുറെ ചോദ്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഇവന് എന്തൊക്കെ അറിയാമെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. കണ്ണ് കാണാത്തവരെ നമ്മൾ അന്ധന്മാരെന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ചെവി കേൾക്കാത്തവരെന്ത് വിളിക്കും? എന്ത് വിളിക്കാം? അതെന്താണ്? അവർക്ക് ചെവി കേൾക്കത്തില്ലല്ലോ. ഇനി അടുത്ത ചോദ്യം മലയാളത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. കാലം പറയുക. സുമതി രമേശിന്റെ കൂടെ ഒളിച്ചോടി. എന്ത് കാലം? രമേശിന്റെ കഷ്ടകാലം. പര്യായം പറയുക. കാളയുടെ പര്യായം പറഞ്ഞേ. പശുവിന്റെ മാപ്പിള. കുരുത്തം കെട്ടവൻ. വെറുതെ അല്ലടാ നീ പരീക്ഷയ്ക്ക് തോറ്റത്. എടാ ക്ലാസ്സിലെ ടീച്ചറിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ നിനക്ക് മാർക്ക് കുറയുന്നത്. എന്നിട്ട് ടീച്ചർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഞാൻ ടീച്ചറെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞത്. എടാ നീ ട്രെയിൻ കണ്ടിട്ടുണ്ടോടാ? ഈ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് ട്രെയിനിന്റെ ഏറ്റവും പിറകുവശത്ത് സ്ഥാപിച്ചിരിക്കുന്നത്? ട്രെയിനിന്റെ മുമ്പിലെന്താ? എഞ്ചിനാണ്. അതിന്റെ ശബ്ദം ഭയങ്കര കലവിന്റെ ശബ്ദമല്ലേ? ഇതേ ശബ്ദം തന്നെ ട്രെയിനിന്റെ പുറകിലും വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ് പുറകിലിരിക്കുന്നത്. ഇപ്പോഴാണ് നീ എന്റെ മോനായത്. അല്ല മമ്മി, അപ്പുറത്തെ വീട്ടിലെ റോസ് ആന്റിയുടെ ഗ്യാസിലിരുന്നു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അല്ല, റോസ് ആന്റി ഡാഡിയോട് പറയുന്നത് കേട്ടു. ആ പരിപ്പ് ഈ കലത്തില് വേവൂല. എങ്ങനെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുളക്കടവിലെ മീനുകൾ എന്തുകൊണ്ടാണ് ഇടക്കിടക്ക് തലയെത്തിച്ച് നോക്കുന്നത്? ശ്വാസോച്ഛ്വാസം ചെയ്യാൻ. അംഗവും കാണാം, താളിയടിക്കാം. അനാവശ്യം പറയുന്നോടാ, അനാവശ്യം പറയും. അല്ലെങ്കിൽ ഡാഡിയോട് പിണക്കോ? അതെന്താ? ഇപ്പൊ ഡാഡി എനിക്ക് ഉമ്മ തരാറേ ഇല്ല. ആയിച്ചോടാ. എടാ ഡുണ്ടു, നീ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? UKG. നീ UKG-യിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി പഠിച്ച് 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 +2 ഒക്കെ കഴിയുമ്പോ ഡാഡി മോനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ തരും. പിന്നെ സ്കൂള് പോലും കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ വേലക്കാരിക്ക് ഡാഡി എന്തോരം ഉമ്മ കൊടുക്കുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സതിയും ചതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിന്റെ ചിതയിലേക്ക് ചാടി മരിക്കുന്നതിന് സതി എന്ന് പറയും. അപ്പൊ ചതിയോ? ഭർത്താവ് ഇങ്ങനെ തടിപടി പോലെ നിൽക്കുമ്പോൾ ഭാര്യ മധ്യസ്ഥന്റെ കൂടെ ചാടുന്നതിന് സതി എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഡാഡി അവയവങ്ങളെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. കണ്ണ് നമ്മളതിന് ഉപയോഗിക്കുന്നു, ചെവി നമ്മളതിന് ഉപയോഗിക്കുന്നു, മൂക്ക് നമ്മളതിന് ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ പൊക്കിളിന്റെ ഉപയോഗം എന്ത്? പറ. മനസ്സിലായി ഡാഡി. എന്നാ ഞാൻ ഡാഡിനെ കുറിച്ച് ഇങ്ങനെ ഒരു വിചാരിച്ചില്ല. എടാ പേപ്പട്ടി കടിക്കുമ്പോ കുത്തിവെക്കാൻ. അതായിരുന്നു ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഓ തുടങ്ങി. ഞാൻ ഈ പത്തൊക്കെ നിർത്തുവരെ ജോലിക്ക് പോയില്ലെന്ന് ആലോചിക്കും. പിന്നെ UKG പഠിക്കുന്ന നിനക്ക് എന്ത് ജോലി കിട്ടാനാ? LKG പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ എന്താ പൊളിക്കുക? എനിക്ക് ഓഫീസിൽ പോയി ലേറ്റ് ആയി. കേട്ടുണ്ടോ? ഇവിടെ ഇരുന്ന് ശരിക്കും പഠിച്ചോണം. വൈകിട്ട് വന്നിട്ട് ഡാഡി ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കേ ഡാഡി. മമ്മി ഇത്ര കാലസ്ഥിതിക്ക് ഞാൻ ഡീസന്റ് ആകാൻ പോവാ. അകത്തെ മുറിയിരുന്ന് ഞാൻ പഠിക്കാം.